റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവമ്പാടിയും പട്ടാമ്പിയും ലീഗും കോൺഗ്രസും വെച്ചുമാറും. തിരുവമ്പാടി കോൺഗ്രസിന് നൽകുന്നതിൽ ലീഗ് പ്രാദേശിക നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. കോങ്ങാട് കോൺഗ്രസിന് നൽകാൻ ലീഗിൽ ധാരണയുണ്ട്. ചേലക്കരയോ ബാലുശ്ശേരിയോ പകരം നൽകണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി PM.A. സലാം പറഞ്ഞു. വേഗത കുറഞ്ഞിട്ടുള്ള ഞങ്ങൾ റെഡിയാണ്. നാളെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കേണ്ടി വന്ന ഇന്ന് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. 2-3 മണ്ഡലങ്ങൾ വെച്ച് മാറ്റുമ്പോൾ 2-3 ഒരു തർക്കമില്ല. അതൊക്കെ രമ്യമായി പരിഹരിച്ചിട്ടുണ്ട് ഏറെക്കുറെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ. ഞങ്ങളുടെ അടിത്തറ വിപുലമാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും തുറന്ന മനസ്സാണുള്ളത്. പക്ഷേ ഞങ്ങൾ ആരുടെയും പിറകെ പോകാറില്ല. അവർ വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നേരത്തെ ഗുരുവായൂർ കേട്ടു, പക്ഷേ ഇപ്പോൾ ഗുരുവായൂരൊക്കെ മാറി ആകെ 2 ഇടങ്ങൾ മാത്രമാണ് വെച്ചുമാറാൻ പോകുന്നത്. ഒന്ന് തിരുവമ്പാടി, പിന്നെ മറ്റൊന്ന് കോങ്ങാട്. ചേലക്കരയോ ബാലുശ്ശേരിയോ ആണ് കോങ്ങാടിന് പകരം നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ PM.A. സലാമിന്റെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേരിട്ടുള്ള പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം 2 മണ്ഡലങ്ങൾ വച്ചുമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ധാരണയായിട്ടുള്ളത് തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം തിരുവമ്പാടിയെ സംബന്ധിച്ച് ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് തിരുവമ്പാടി. പക്ഷേ അവിടെ കത്തോലിക്ക സഭയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. PS.A. മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളതാണ് പ്രാദേശികമായി അവിടെ ലീഗിന്റെ അഭിപ്രായം. മാത്രവുമല്ല, ലീഗിൽ തന്നെ CK കാസിമിനെ പോലെ CP ചെറിയ മുഹമ്മദിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അപ്പോൾ ആ മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നതിൽ ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. അത് എക്കാലത്തേക്കുമായി ആ നഷ്ടപ്പെടുന്നതിൽ ഉള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധ്യതയും തിരുവമ്പാടിയിലുണ്ട്. ഏതായാലും ആ അതൃപ്തിക്കിടയിൽ തിരുവമ്പാടി വിട്ടുകൊടുത്ത് പട്ടാമ്പി സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അത് അവിടെ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള സമദിനെയൊക്കെ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ PM സാദിഖലിയെ മത്സരിപ്പിക്കാനൊക്കെയാണ് ലീഗ് ആലോചിക്കുന്നത് മനസ്സിലാക്കുന്നു. ഏതായാലും തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെയാണ് കോങ്ങാട് മണ്ഡലം വെച്ചുമാറാൻ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോങ്ങാട് മണ്ഡലം വെച്ചുമാറി ചേലക്കര സ്വീകരിക്കാനാണ് താല്പര്യമെന്ന് അറിയുന്നു. ചേലക്കരയായിരിക്കും ഒരുപക്ഷെ കോങ്ങാടിന് പകരം സ്വീകരിക്കുക. ബാലുശ്ശേരിയും ലീഗിന്റെ ഓപ്ഷനിലുള്ള ഒരു മണ്ഡലമാണ്. ഒരു മണ്ഡലം കൂടി വെച്ചുമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ പേരാമ്പ്ര മണ്ഡലം വിട്ടുകൊടുത്ത് മറ്റൊരു മണ്ഡലം സ്വീകരിക്കാനുള്ള താല്പര്യവും ലീഗിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സീറ്റുകളൊക്കെ വെച്ചുമാറാനുള്ള തീരുമാനമുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നാലുടൻ അടുത്ത ദിവസം സ്ഥാനാർത്ഥി തയ്യാർ.